പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഇന്നലെ വലിയ പോളിംഗ് ആണ് നടന്നത്. 90%, 95, 94% ഒക്കെയാണ് ഓരോ സ്ഥലത്തെ പോളിംഗ് നടന്നിരിക്കുന്നത്. ബംഗാളിന്റെ ചിത്രം പരിശോധിച്ചാൽ, വങ്കനാടിന്റെ ചിത്രം പരിശോധിച്ചാൽ നല്ല മനോഹരമാണ്. 1977 സിദ്ധാർത്ഥ ശങ്കർ റേ, കോൺഗ്രസ്സുകാരനായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കാലത്ത് മാറി അന്ന് ജ്യോതി ബസുവിന്റെ കാലം വന്നത് മുതൽ 10-35 വർഷക്കാലം ഇടതുപക്ഷം ജ്യോതി ബസുവും വസുദേവ ഭട്ടാചാര്യയും ഒക്കെ തുടങ്ങിയ നിരവധി ആളുകൾ അവിടെ ഭരിച്ചു. ബുദ്ധദേവ ഭട്ടാചാര്യ അടക്കം, വസുദേവല്ല ബുദ്ധദേവ ഭട്ടാചാര്യ അടക്കമുള്ള പല ആളുകളും അവിടെ ഭരിച്ചു. 10-35 വർഷം ഭരിച്ചു. പക്ഷെ ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും സമ്പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല സ്വജനപക്ഷപാതവും രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വികസനത്തിന്റെ ജമ്പിങ് എന്ന് പറഞ്ഞ് സിംഗൂറിൽ വന്ന ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ജനങ്ങളെ മാറ്റുന്നതും കർഷകരെ, അങ്ങനെ വലിയ വിഷയങ്ങൾ വന്നിട്ടാണ് കോൺഗ്രസിലുണ്ടായിരുന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി അവർ പോയി പിന്നെ അവിടെ ഭരണം പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവരവിടെ ഭരണം അത് വങ്കനാടെന്ന് പറയുന്നത് ചെറിയ സ്ഥലമല്ല. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഹൂഗ്ലിയുടെ തീരത്തുള്ള ബംഗാളും കൽക്കട്ട എന്നൊക്കെ പറഞ്ഞ ചെറിയ സ്ഥലമല്ല. രവീന്ദ്രനാഥ് ടാഗോറിന്റെ, സ്വാമി വിവേകാനന്ദന്റെ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ, സത്യജിത് റോയിയുടെ വലിയ ബംഗാൾ. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. കൽക്കട്ട എന്ന് പറയുന്നത് നമ്മുടെ നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. വളരെ മനോഹരമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ബോംബെയും കൽക്കട്ടയും മദ്രാസുമൊക്കെ ആയിരുന്നു. 2-3 സ്ഥലങ്ങളായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥലങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കൽക്കട്ടയും അതുപോലെ തന്നെ ബോംബെയും. കൽക്കട്ട തീസിസ് എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. 70കളിലെ ദാരിദ്ര്യവും പട്ടിണിയും ക്ഷാമവും വരൾച്ചയും വെള്ളപ്പൊക്കവും എല്ലാം കൂടിയാണ് സിദ്ധാർത്ഥ ശങ്കർ റേ തളർന്നു പോയത് കോൺഗ്രസിന്റെ. അവിടെ നിന്നാണ് ജ്യോതി ബസുവിന്റെ, രാജകുടുംബം പോലുള്ള കുടുംബത്തിൽ ജനിച്ച ജ്യോതി ബസുവിന്റെ ഒരു സ്വപ്നതുല്യമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വന്നപ്പോൾ ജനങ്ങൾ പിറകെ പോയത്. പക്ഷെ പിന്നെ 35 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് അബദ്ധം പറ്റി. ജനങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് എം എ ബേബി പറയുമ്പോൾ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു, ഞങ്ങൾക്ക് അവസരം തരണമെന്ന് എം എ ബേബി പാർട്ടിയുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. ഒരു തിരിച്ചുവരവിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു തിരിച്ചറിവിന്റെ ഒരു അടയാളമാണ്. എന്തായാലും നമ്മൾ ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ 90% കൂടുതൽ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു. ഒരു കാര്യം ബംഗാൾ ഉറച്ചു, BJP ഈ പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ ഒരത്ഭുതമില്ല. അഥവാ ഒരു പക്ഷേ BJP സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയില്ല എന്ന് വിചാരിക്കുക. ആയില്ലെങ്കിലും മമതാ ബാനർജിയുടെ നാളുകൾ ഇനി ഒരു 5 വർഷം കൂടി തന്നെ മാത്രമായിരിക്കും. ഇപ്പോൾ തന്നെ നിരവധി MP-മാർ ഉണ്ട് അവിടെ നിന്ന്. അതുപോലെ തന്നെ 77-ലധികം വരുന്ന MLA-മാരുണ്ട് അവിടെ. വലിയ പോരാട്ടമാണ് BJP നടത്തിയിരിക്കുന്നത്. 92 ലക്ഷത്തിലധികം ആളുകളാണ് SIR-ലൂടെ പുറത്തു പോയിരിക്കുന്നത്. അതായത് SIR-ലൂടെ പിന്നെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ, പ്രത്യേക തീവ്ര പരിപാടിയിലൂടെ സുപ്രീം കോടതി വരെ മമതാ ബാനർജി പോയിട്ടും രക്ഷപിടിച്ചില്ല. സുപ്രീം കോടതി പോലും അതിനകത്ത് പിടികൊടുത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത് ശരിയാണ് എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു. 92 ലക്ഷം ആളുകളാണ്, 1 കോടി ആളുകളാണ് മമതാ ബാനർജിയുടെ അവിടെ വോട്ടില്ലാതെ പോയത്. ഈ 1 കോടി ആളുകളാണ് പലപ്പോഴും മമതയ്ക്ക് അവിടെ സീറ്റ് നേടിക്കൊടുത്തിരുന്നത്. ബംഗാളിൽ നിന്ന്, പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവർ ഒരു ആധാർ കാർഡ് ഒപ്പിച്ച് കൃത്യമായ ഒരു ആധാർ കാർഡ് എടുത്ത് 6 മാസം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ വോട്ടായി. അവരെല്ലാം വോട്ട് ചെയ്ത് 92 ലക്ഷം വരുന്ന 1 കോടിക്കകത്ത് വരുന്ന ആളുകളുടെ വോട്ടിന്റെ ബലത്തിലാണ് മമതാ ബാനർജി അവിടെ ഭരണം നിലനിർത്തിയിരുന്നത്. അതിപ്പോൾ ഇല്ലാതായി. വളരെ വലിയ പോളിംഗ് ആണ് അവിടെ നടന്നത്. ഇത് BJPക്ക് അനുകൂലമാകും എന്നാണ് ഇന്നലത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ 29-ാം തീയതി വരെയാണ് തെരഞ്ഞെടുപ്പ്. 29 കഴിഞ്ഞാൽ 29-ന് വൈകുന്നേരം എക്സിറ്റ് പോളുകൾ വരും. 30-നും 31-നും ആ ദിവസങ്ങളിലൊക്കെ എക്സിറ്റ് പോളുകൾ വരും. 4-ാം തീയതി വോട്ട് എണ്ണുകയും ചെയ്യും. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ബംഗാളിൽ ചാണക്യതന്ത്രം, അമിത്ഷായുടെ ചാണക്യതന്ത്രം ഏറ്റിരിക്കുകയാണ്. അവിടെ ഡൽഹിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ നരേന്ദ്രമോദി കൈ ചൂണ്ടിയത് 2 ഇടങ്ങളിലേക്കാണ്. ഒന്ന് ബംഗാളിലേക്കാണ്,
സിന്ധു ഗംഗ നദികളുടെയും എല്ലാം ഉത്ഭവം തുടങ്ങി അത് അവസാനിക്കുന്നത് ബംഗാളിലാണ് എന്നുള്ള കൺസെപ്റ്റ്, ഈ നദികളിൽ പലതും അവസാനിക്കുന്നത് ബംഗാളിലാണ് എങ്കിൽ നമ്മൾ അവിടെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിയത് ഒന്ന് ബംഗാളിലേക്കാണ്, രണ്ടാമത് കേരളത്തിലേക്കാണ്. കേരളത്തിലും BJP സീറ്റുകളുടെ എണ്ണത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും വോട്ടിന്റെ പാറ്റേണിൽ വലിയ മാറ്റമുണ്ടാക്കാൻ, നിർണായകമായ ശക്തിയായി മാറാൻ, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് വരാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവർ വളരെ വലിയ തോതിലാണ് കേരളത്തിൽ വളരുന്നത്. അതിനേക്കാൾ വലിയ തോതിലാണ് ബംഗാളിൽ BJP വളരുന്നത്. എന്തായാലും CPM ഇപ്രാവശ്യം അധികാരത്തിൽ വരാനൊന്നും ഒരു സാധ്യതയുമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. കോൺഗ്രസും CPM രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ BJPയും അതുപോലെ മമതാ ബാനർജിയും രണ്ട്. അപ്പം 4 പേരാണ് അവിടെ മത്സരിക്കുന്നത്, 3 പേരല്ല. ഇവിടെ ആണെങ്കിൽ 3 ടീമാണ് മത്സരിച്ചത്, അവിടെ 4 ടീമാണ് മത്സരിക്കുന്നത്. CPM വേറെ, കോൺഗ്രസ് വേറെ, തൃണമൂൽ കോൺഗ്രസ് വേറെ, അതുപോലെ തന്നെ NDA മുന്നണി വേറെ. എന്തായാലും അവിടെ വളരെ കൃത്യമായ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം കിട്ടുമോ, അല്ലെങ്കിൽ നടത്തിയതിനെയൊക്കെ ആളുകൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. BJPക്ക് വലിയ സാധ്യത, വലിയ സീറ്റ് വരാനുള്ള ഒരു ഇടമായി അവിടെ മാറിയിട്ടുണ്ട്. എന്തായാലും ഈ വർഷം ഒരുപക്ഷെ 2026 BJP അവിടെ തോറ്റുപോയാലും നിർണായകമായ ശക്തിയാകുമെന്ന് മാത്രമല്ല 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും BJP അവിടെ വലിയ സീറ്റ് പിടിക്കും. 31 അധികാരത്തിൽ വന്നാലും അത്ഭുതമില്ല. അത് തന്നെയാണ് ചാണക്യന്റെ തന്ത്രം, അമിത്ഷായുടെ ചാണക്യ തന്ത്രം. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ ഇരുതലയുള്ള വാളാണ്, ഒരു വാളിന്റെ ഇരുതലയിലും മൂർച്ചയുള്ള ആളാണ് അമിത്ഷാ. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പലപ്പോഴും നന്നായി തന്നെ പോയിട്ടുണ്ട്. ചാണക്യ തന്ത്രം ബംഗാളിൽ ഫലിക്കുമോ? ഫലിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനി ബംഗാൾ BJPയുടെ കാലം.